ഹലോ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളുടെ കോൺക്രീറ്റ് ടെക്നോളജിയുടെ മൂന്നാമത്തെ മോഡ്യൂളായ കോൺക്രീറ്റ് മിക്സ് ഡിസൈനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ടെക്നോളജിയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. കോൺക്രീറ്റിൽ വരുന്ന കോൺസ്റ്റിറ്റ്യൂൻസിനെ പറ്റി പഠിച്ചു. കോൺക്രീറ്റിൻ്റെ ഏതൊക്കെ തരത്തിലുള്ള കോൺക്രീറ്റ് എന്താണെന്ന് പഠിച്ചു. അതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂൻസ്, ഇപ്പോൾ കോൺക്രീറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂൻസ് ഏതൊക്കെയാണ്? സിമെൻറ്റ്, ഫൈൻ അഗ്രിഗേറ്റ്, കോഴ്സ് അഗ്രിഗേറ്റ്, വാട്ടർ. ഇത് ഒരു നിശ്ചിതമായ പ്രപ്പോർഷനിൽ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സ്ട്രെങ്ത്തിലുള്ള കോൺക്രീറ്റ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതും അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളതും ഓരോ കോൺസ്റ്റിറ്റ്യൂൻസിൻ്റെയും. ഫോർ എക്സാമ്പിൾ, സിമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ്, ഏതൊക്കെ ടൈപ്പ് സിമെൻ്റ് ഉണ്ട്, അതിൽ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ സ്ട്രെങ്ത് എങ്ങനെയാണ്, അതിൻ്റെ മാനുഫാക്ചറിങ് എങ്ങനെയാണ്, അത് പഠിച്ചു. അതിനുശേഷം നമ്മൾ ഫൈൻ അഗ്രിഗേറ്റിനെ പറ്റി പഠിച്ചു. ഏതൊക്കെ ടൈപ്പ് ഫൈൻ അഗ്രിഗേറ്റ് ഉണ്ട്, അതിൻ്റെ പ്രോപ്പർട്ടി എന്താണ്, അതിൻ്റെ ബൾക്കിങ് എങ്ങനെ വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പിന്നെ വാട്ടർ സിമെൻറ്റ് റേഷ്യോനെ പറ്റി പഠിച്ചു. കോഴ്സ് അഗ്രിഗേറ്റിനെ പറ്റി പഠിച്ചു. ടൈപ്സ് ഓഫ് കോൺക്രീറ്റ്, ഓരോ കോൺക്രീറ്റിൻ്റെയും പ്രത്യേകതകൾ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്ക് അറിയേണ്ട നെക്സ്റ്റ് ഒരു ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മിക്സ് എങ്ങനെ ഡിസൈൻ ചെയ്യും. ഇപ്പോൾ നമ്മൾ പല മിക്സ് കാണുന്നുണ്ട് അല്ലെ, കോൺക്രീറ്റിൽ 1:1, 1/2:3 പറയുന്നുണ്ട്. അതേപോലെ M15 1:2:4 പറയുന്നുണ്ട്. അങ്ങനെ ഓരോ ക്രൈറ്റീരിയയിൽ ഉള്ള അതിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ച് നമ്മളതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഗ്രേഡ് അനുസരിച്ച് അതിൻ്റെ പ്രപ്പോർഷനും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗ്രേഡ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കോൺക്രീറ്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചാണ് അതിൻ്റെ സ്ട്രെങ്ത്തും കാര്യം. അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ആ മിക്സ് എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെപ്പറ്റി ഒരു റൗണ്ട് ഓഫ് ഓരോ കോൺസ്റ്റിറ്റ്യൂൻസിനെ പറ്റിയിട്ട് നമ്മൾ എങ്ങനെയൊക്കെയാണ് അത് ഇതിനെ ബാധിക്കുന്നത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഏതൊക്കെ മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസൈൻ ചെയ്യാൻ പറ്റും. ഏതൊക്കെ മെത്തേഡിൽ നമുക്ക് പല മെത്തേഡ്സ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഏതൊരു കാര്യം നമ്മൾ പഠിക്കുമ്പോഴും അല്ലേ, ഓരോ ഇപ്പോൾ നമ്മളുടെ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് വെച്ചാണ് നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഫോർമാറ്റിലാണ് നമ്മളുടെ ഡിസൈൻ കാര്യങ്ങളെല്ലാം വരുന്നത്. നമ്മളുടെ റെഫറൻസ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അതേപോലെ നമുക്ക് അമേരിക്കൻ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, മറ്റ് മെത്തേഡുകളുണ്ട്, അങ്ങനെ പല ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് മിക്സ് ഡിസൈൻ ഉണ്ട്. അതിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഏതാണ്, മറ്റ് ഡിസൈൻസ് ഏതൊക്കെയാണ്, അതിനെപ്പറ്റിയെല്ലാം നമ്മൾ ഈ മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് ഒരു കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ, കോൺക്രീറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ മിക്സിംഗ് സിമെൻറ്റ്, ഫൈൻ അഗ്രിഗേറ്റ്, കോഴ്സ് അഗ്രിഗേറ്റ്, വാട്ടർ ആൻഡ് അഡ്മിക്സ്ചേഴ്സ് ഇൻ റിക്വയർഡ് പ്രപ്പോർഷൻസ്. ഓക്കെ, നമുക്ക് ആവശ്യമായിട്ടുള്ള അനുപാതത്തിൽ സിമെൻറ്റിനെയും ഫൈൻ അഗ്രിഗേറ്റിനെയും കോഴ്സ് അഗ്രിഗേറ്റിനെയും വാട്ടറും പ്ലസ് അഡ്മിക്സ്ചേഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ, പല രീതിയിലുണ്ട്. നമ്മളുടെ കോൺക്രീറ്റിൻ്റെ പ്രോപ്പർട്ടീസ് എൻഹാൻസ് ചെയ്യാൻ അല്ലേ, പ്രോപ്പർട്ടീസ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന കെമിക്കൽസ് അല്ലെങ്കിൽ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അഡ്മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്നവയെല്ലാം നിശ്ചിത അനുപാതത്തിൽ ചേർത്ത് വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, കോൺക്രീറ്റ് കിട്ടുന്നത്. The mixture when placed in forms and allowed to cure become hard like stone. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്, നമ്മൾ നിശ്ചിതമായ അനുപാതത്തിൽ ഇതിനെ മിക്സ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഫോം വർക്ക് അല്ലേ, നമ്മൾ എന്ത് ചെയ്യും, ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിൽ നമ്മൾ തട്ടടിക്കും അല്ലേ. അപ്പോൾ ആ തട്ടടിച്ച് അതിൻ്റെ ഉള്ളിൽ ഇതിനെ വെച്ച് ഇതിനെ പ്ലേസ് ചെയ്ത് അതിന് ആവശ്യമായിട്ടുള്ള ക്യൂറിങ് പീരീഡ്, വെള്ളമൊക്കെ നനച്ചു കൊടുത്ത് അതിൻ്റെ ക്യൂറിങ് പീരീഡിൽ നമ്മൾ പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, പാറയെപ്പോലെ ഉറപ്പുള്ള ഒരു സ്ട്രക്ചറായിട്ട് മാറും. നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലുള്ള സ്ട്രക്ചർ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ദ ഹാർഡനിങ് ഈസ് കോസ്ഡ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, സിമെൻറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻസ് പഠിച്ചു, അതിൽ ബോക്സ് കോമ്പൗണ്ട്സിനെ പറ്റി പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഓരോ സിമെൻറ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്ത് അത് കോൺക്രീറ്റിലേക്ക് അല്ലെങ്കിൽ സിമെൻറ്റിലേക്ക് വാട്ടർ ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തൊക്കെ റിയാക്ഷൻസ് ആണ് നടക്കുന്നത്, അതുവഴി ഏത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആണ് സിമെൻറ്റിന് സ്ട്രെങ്ത് കൊടുക്കുന്നത്, ഏത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആണ് അവിടെ കൂടുതൽ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ നൽകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ സിമെൻറ്റിലെ ഹാർഡനിങ് പ്രോപ്പർട്ടിയാണ് നമ്മൾ കോൺക്രീറ്റിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് പോസിറ്റീവായി നിൽക്കുന്ന കാര്യം അല്ലേ. അതുകൊണ്ടാണ് അങ്ങനെ ഈ കോൺക്രീറ്റിൻ്റെ ഹാർഡനിങ് നടക്കുന്നത് എന്തുകൊണ്ടാണ്, ഹാർഡനിങ് ഈസ് കോസ്ഡ് ബൈ ദ കെമിക്കൽ ആക്ഷൻ ബിറ്റ്വീൻ വാട്ടർ ആൻഡ് സിമെൻറ്റ് അല്ലേ. ഈ കോൺക്രീറ്റ് ഹാർഡൻ ആവുന്നത് എന്തുകൊണ്ടാണ്, വാട്ടറും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളവും അതിലുള്ള സിമെൻറ്റും തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷൻ വഴിയാണ്. അതാണ് കോൺക്രീറ്റിന് സ്ട്രെങ്ത്ത് കാലങ്ങൾ കഴിയുന്തോറും കോൺക്രീറ്റിന് സ്ട്രെങ്ത്ത് അച്ചീവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് അല്ലേ.
ഒരു നമ്മൾ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം, ഫൈനൽ സെറ്റിംഗ് ടൈം ഒക്കെ പറയുന്നുണ്ടെങ്കിൽ അതോടുകൂടി കോൺക്രീറ്റ് എന്ത് ചെയ്ത് സെറ്റായി, നമ്മുടെ സിമെൻ്റ് എല്ലാം കൂടി സെറ്റായി, അതോടെ അതിൻ്റെ ഹാർഡനിങ് കംപ്ലീറ്റ് ആവുന്നില്ല. ഒരുപാട് വർഷങ്ങൾ നീണ്ടു പോകുമ്പോൾ ഒരു 50 വർഷത്തിൻ്റെ ഉള്ളിലൊക്കെ ആയിരിക്കും ചിലപ്പം, അല്ലെങ്കിൽ വർഷങ്ങൾക്കൊടുവിലാണ് അത് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ സ്ട്രെങ്ത് അത് അറ്റൈൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ആ വർഷങ്ങൾ എടുത്തിട്ടാണ് ആ കോൺക്രീറ്റ് എന്ത് ചെയ്യുന്നത്, ഗ്രോ ചെയ്ത് അത് മാക്സിമം സ്ട്രെങ്ത് അറ്റൈൻ ചെയ്ത് മാറുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മെയിൻ പ്രോപ്പർട്ടി. അതിന് വാട്ടർ സിമെൻറ്റുമായി റിയാക്ട് ചെയ്ത് അതിന് ഹാർഡൻ ചെയ്യാനും നമുക്ക് ആവശ്യമായ രീതിയിലുള്ള സ്ട്രെങ്ത് കാലങ്ങൾ കഴിയുന്തോറും അത് അറ്റൈൻ ചെയ്തെടുക്കുന്നതുമാണ് അവിടെ നമുക്ക് ഏറ്റവും വൈഡായിട്ട് നമ്മൾ കോൺക്രീറ്റ് യൂസ് ചെയ്യാനും ഇന്ന് ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ട്രക്ചേഴ്സും കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സായി മാറാനുള്ള കാരണം. അതിന് ലോഡ് ബിയർ ചെയ്യാനുള്ള കേപ്പബിലിറ്റിയാണ് അതിനെ എന്ത് ചെയ്യുന്നത്, വൈഡായിട്ട് യൂസ് ചെയ്യാനുള്ള കാരണമാക്കി മാറ്റിയത്. ഇൻ ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് മാൻമെയ്ഡ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ഇൻ ദ വേൾഡ്, അല്ലേ? ഇപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മനുഷ്യനിർമ്മിതമായിട്ടുള്ള വസ്തു കോൺക്രീറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇത് വെച്ച് നോക്കുമ്പോൾ തന്നെ ഇപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സിമെൻറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയാണ്. അതിനുശേഷം കൂടുതൽ സിമെൻറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഓക്കെ, അപ്പോൾ വേൾഡ് വൈഡായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് കോൺക്രീറ്റിനെ ഏറ്റവും വലിയ മാൻമെയ്ഡ് മെറ്റീരിയലായിട്ട് കോൺക്രീറ്റ് മാറാൻ യൂസ് ചെയ്യുന്ന, വേൾഡ് വൈഡായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്ട്രക്ചറായിട്ട് കോൺക്രീറ്റ് മാറാൻ കാരണം. അപ്പോൾ കോൺക്രീറ്റിനെ മേക്ക് ചെയ്യുന്ന മെറ്റീരിയൽസ് ജസ്റ്റ് നമുക്ക് ഒന്നുകൂടി പറഞ്ഞു പോകാം. കോൺക്രീറ്റ് മേക്കിംഗ് മെറ്റീരിയൽസ് എന്തൊക്കെയാണ് നമുക്ക് അറിയാം. കോൺക്രീറ്റ് മേക്കിംഗ്, നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ കോൺക്രീറ്റ് മേക്കിംഗ് മെറ്റീരിയൽസിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോയിട്ട് ആദ്യമേ തന്നെ സാൻഡ്, കോഴ്സ് അഗ്രിഗേറ്റ് അങ്ങനെ എഴുതരുത്. സിമെൻറ്റ്, ഓക്കെ, മേജർ കോൺസ്റ്റൻ്റ് ആണ് കോൺക്രീറ്റിൻ്റെ, അല്ലേ? സിമെൻറ്റ് ഇല്ലാതെ നമുക്ക് കോൺക്രീറ്റ് ഉണ്ടാവില്ല. പിന്നെ നെക്സ്റ്റ് എന്താണ്, അഗ്രിഗേറ്റ്. ആ അഗ്രിഗേറ്റിനെ തന്നെ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഫൈൻ അഗ്രിഗേറ്റ് ആൻഡ് കോഴ്സ് അഗ്രിഗേറ്റ്. അങ്ങനെയാണ് നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോൾ പറയേണ്ടത്. പിന്നെ വാട്ടർ, വെള്ളം, അല്ലേ? വെള്ളം ഇല്ലെങ്കിൽ ഇത് ഒരിക്കലും ഇത് നാല് ഘടകമായിട്ടായിരിക്കും ഇരിക്കുക. ഇതിനെല്ലാറ്റിനെയും കൂടി ഒരുമിപ്പിക്കുന്നത് എന്താണ്, വാട്ടറാണ്. ഇല്ലെങ്കിൽ ഒരിക്കലും ഇതൊരു ഇൻഡിവിജ്വൽ മാസ്സായിട്ട് ഇരിക്കില്ല. പിന്നുള്ളത് അഡ്മിക്സ്ചേഴ്സാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയുന്നത്, ഫസ്റ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം സിമെൻറ്റ്. അപ്പോൾ സിമെൻറ്റ് ആൻഡ് വാട്ടർ ഫോംസ് ദ ആക്റ്റീവ് കോമ്പണൻറ്റ് ഓഫ് കോൺക്രീറ്റ്. കോൺക്രീറ്റിലെ ആക്റ്റീവ് കോമ്പണൻ്റ് ഏതാണ്? കോൺക്രീറ്റിലെ പ്രധാനപ്പെട്ട കോമ്പണൻ്റ് ഏതാണ്? സിമെൻറ്റും വെള്ളമാണ്, അല്ലേ? അതിനെയാണ് നമ്മൾ ആക്റ്റീവ് കോമ്പണൻ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുക. കാരണം ബാക്കി ഇനേർട്ടാണ്. അഗ്രിഗേറ്റും ഇതൊന്നും അവിടെ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നില്ല അഗ്രിഗേറ്റ് ആയിട്ട്, അല്ലേ? അവിടെ കെമിക്കൽ റിയാക്ഷൻസ് നടന്ന് ഇതിന് വേണ്ട സ്ട്രെങ്ത്തും ഹാർഡ്നെസ്സും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്, സിമെൻ്റാണ്. അപ്പോൾ അഗ്രിഗേറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നൊക്കെ ഉള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. കോഴ്സ് അഗ്രിഗേറ്റ് എന്തിനാണ്, ഫൈൻ അഗ്രിഗേറ്റ് എന്തിനാണ്. അപ്പോൾ കോഴ്സ് അഗ്രിഗേറ്റ് ആണ് ഇതിൻ്റെ എന്ത് ചെയ്യുന്നത്, ലോഡും കാര്യങ്ങളും എല്ലാം ബിയർ ചെയ്യാൻ സഹായിക്കുന്നത്, അല്ലേ? ലോഡ് വരുന്നത് ട്രാൻസ്ഫർ ചെയ്യുന്നതും മെറ്റീരിയൽ കോണ്ടാക്ട് വഴി ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്നതൊക്കെ കോഴ്സ് അഗ്രിഗേറ്റ്. ആ കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ ഇടയ്ക്കുള്ള വോയിഡ്സ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഫൈൻ അഗ്രിഗേറ്റിൻ്റെ ധർമ്മം. അതിൻ്റെ കൂടെ തന്നെ വോളിയം എക്സ്പാൻഷന് സഹായിക്കുന്നു, അല്ലേ? ഒരു പരിധി വരെ ബൾക്കിംഗ് പ്രോപ്പർട്ടി വെച്ചിട്ട്, ഒരുപാട് കൂടി കഴിഞ്ഞാൽ ബൾക്കിംഗ് പ്രോപ്പർട്ടി നമുക്ക് വിനയാണ്. അപ്പോൾ ആ ബൾക്കിംഗ് പ്രോപ്പർട്ടി വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വോളിയം ഇൻക്രീസ്, കോൺട്രിബ്യൂഷൻ ഓഫ് സ്മാൾ കൈൻഡ് ടു വോളിയം ഇൻക്രീസ് കൊടുക്കുന്നത് ഫൈൻ അഗ്രിഗേറ്റ് ആണ്. ബാക്കി വരുന്ന എല്ലാ പ്രോപ്പർട്ടീസും, ഇപ്പോൾ അതിൻ്റെ ഹാർഡനിങ് പ്രോപ്പർട്ടി ആയിക്കോട്ടെ, സ്ട്രെങ്ത് ആയിക്കോട്ടെ, അതെല്ലാം അച്ചീവ് ചെയ്യുന്നത് ഏത് വഴിയാണ്, സിമെൻറ്റ് ആൻഡ് വാട്ടർ റിയാക്ഷൻ വഴിയാണ്. ഓക്കെ, വൈൽ ദ ഇനാക്റ്റീവ് ഗ്രൂപ്പ് കംപ്രൈസസ് ദ ഫൈൻ അഗ്രിഗേറ്റ് ആൻഡ് കോഴ്സ് അഗ്രിഗേറ്റ്. അപ്പോൾ കോൺക്രീറ്റിൽ ആക്റ്റീവ് കോമ്പൗണ്ട് ഏതാണ്, സിമെൻറ്റും വാട്ടറും ആണെങ്കിൽ ഇനാക്റ്റീവ് കോമ്പൗണ്ട് ആയിട്ടുള്ളത് ഫൈൻ അഗ്രിഗേറ്റ് ആൻഡ് കോഴ്സ് അഗ്രിഗേറ്റ്. ദ സിമെൻറ്റ് ആൻഡ് വാട്ടർ ഫോം എ പേസ്റ്റ് ദാറ്റ് ഹാർഡൻസ് ആൻഡ് ബോൺസ് ദ അഗ്രിഗേറ്റ് ടുഗദർ. ഓക്കെ, അപ്പോൾ ഈ അഗ്രിഗേറ്റിനെല്ലാം ബോണ്ട് ചെയ്ത് ഒരുമിച്ച് ഒരു മെറ്റീരിയലായി നിർത്തുന്നത് എന്താണ്, ഒരുമിച്ചൊരു മെറ്റീരിയലായി നിർത്താൻ സഹായിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെല്ലാറ്റിനെയും കൂടെ ഒരു യൂണിറ്റായിട്ട് ആക്ട് ചെയ്യാൻ സഹായിക്കുന്നത് സിമെൻറ്റ് ആൻഡ് വാട്ടർ. സിമെൻറ്റും വാട്ടറും കൂടി ചേർന്നിട്ട് അവ ഇതിനെല്ലാറ്റിനെയും കൂടി ബൈൻഡ് ചെയ്ത് ഒറ്റ യൂണിറ്റാക്കി നിർത്താനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ ടൈപ്സ് ഓഫ് സിമെൻറ്റ് പറയുകയാണെങ്കിൽ ഒരുപാട് ടൈപ്സ് ഓഫ് സിമെൻറ്റ് ഉണ്ട്. പക്ഷേ നമ്മുടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളത് ഏകദേശം 18 ക്രൈറ്റീരിയ ഓഫ് സിമെൻ്റ് ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും 18 ടൈപ്സ് ഓഫ് സിമെൻറ്റ്. അത് കോമൺലി യൂസ് ചെയ്യുന്നത് താഴെ പറഞ്ഞിട്ടുള്ള, നമ്മൾ കൺസ്ട്രക്ഷൻ പർപ്പസിന് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻ്റ് ആണ്. അപ്പോൾ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിനെ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യാറുള്ള ഗ്രേഡ് വെച്ചിട്ടാണ്. ആസ് യൂഷ്വൽ 33, 43, 53 ഇതെല്ലാമാണ് ഓർഡിനറി പോർട്ട്ലാൻഡിൻ്റെ ഗ്രേഡ്.
ഓക്കെ, ഓർഡിനറി പോർട്ട്ലാൻഡിൻ്റെ ഗ്രേഡാണ് 33, 43 ആൻഡ് 53 ഗ്രേഡ്. ആ ഗ്രേഡുകളിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് അവൈലബിൾ ആയിട്ട് ഉള്ളത്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. നമ്മൾ 7 സെൻറ്റിമീറ്റർ 7x7x7 ഡയമെൻഷനുള്ള ക്യൂബ് കാസ്റ്റ് ചെയ്ത്, സിമെൻറ്റ് ക്യൂബ് കാസ്റ്റ് ചെയ്തിട്ട് ഒരു 1 ഡേ കഴിഞ്ഞ് അതിനെ കൊണ്ട് വാട്ടർ ടാങ്കിൽ കൊണ്ടുപോയിടും. 28 days. അങ്ങനെ 28 days ഓഫ് ക്യൂറിങ് പീരീഡ് കഴിഞ്ഞ് അതെടുത്തിട്ട് കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീനിൽ കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഏത് ലോഡിലാണോ അത് പൊട്ടുന്നത് നമ്മൾ നോക്കും. ആ ലോഡ് ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ഏരിയ. ഓക്കെ, അപ്പോൾ ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത്. സോ നോർമലി അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത്തിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 33, 43 ആൻഡ് 53 ആണ്. നെക്സ്റ്റ് പറയുന്നത് ബ്ലെൻഡഡ് സിമെൻറ്റ്സ്. പോർട്ട്ലാൻഡ്, പുസലാൻഡ്, അതായത് സിമെൻറ്റിലേക്ക്, നോർമലി ഉള്ള സിമെൻറ്റിലേക്ക് ബ്ലെൻഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, അഡീഷണലി എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്നുകൂടി എക്സ്ട്രാ എൻഹാൻസ് ചെയ്തെടുക്കുന്നത്. അതായത് പോർട്ട്ലാൻഡ് പുസലാനോ സിമെൻറ്റ്, പിന്നെ ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ് സിമെൻറ്റ് അല്ലെങ്കിൽ പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെൻറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെൻറ്റ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുക ഇൻഡസ്ട്രിയൽ ഏരിയാസിലൊക്കെയാണ് അല്ലേ, സൾഫേറ്റ് അറ്റാക്ക് വരുന്നത്. പിന്നെ ഈ ചിമ്മിനീസ് പുകക്കുഴലുകളിൽ കൂടുതലായിട്ട് ഫ്യൂംസും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്ന, പുകയും ഇതൊക്കെ പുറത്തേക്ക് വരുന്ന രീതിയിലുള്ള സ്ട്രക്ചേഴ്സിൽ, ഹൈ ഹീറ്റൊക്കെ വരുന്ന സ്ട്രക്ചേഴ്സിലാണ് സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ ലോ ഹീറ്റ് സിമെൻറ്റ് ഉണ്ട്. ലോ ഹീറ്റ് സിമെൻറ്റ് വെച്ചാൽ എന്താ, കുറച്ച് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷനെ പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കൂടുതലുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റ്, ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ സിമെൻറ്റിൽ കൂട്ടുന്ന ഘടകം ഏതാണ്, ട്രൈകാൽഷ്യം അലുമിനേറ്റ് ആണ് അല്ലേ. ട്രൈകാൽഷ്യം അലുമിനേറ്റ് ആണ് കൂടുതലായിട്ടും ഹീറ്റ് ഓഫ് ഹൈഡ്രേഷന് കോൺട്രിബ്യൂഷൻ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് കുറയ്ക്കുകയും അതുവഴി അപ്പോൾ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കുറയും അല്ലേ. അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് കുറച്ച് പെട്ടെന്ന് എന്താണ് സെറ്റ് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂവൻ്റ് കൂടുതലാണ്. അപ്പോൾ ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത് എവിടെയാണ്, മാസ് കൺസ്ട്രക്ഷനാണ്. അതായത് ഇപ്പോൾ ഇറിഗേഷൻ സ്ട്രക്ചേഴ്സ്, പ്രത്യേകിച്ച് ഡാം, അങ്ങനെ കൂടുതൽ ഹെവി ആയിട്ട് വരുന്ന സ്ട്രക്ചേഴ്സ്. അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഹീറ്റ് പുറത്തേക്ക് ലിബറേറ്റ് ചെയ്യണം. അപ്പോൾ വലിയ സ്ട്രക്ചർ ആകുമ്പോൾ അത്രയും ഹീറ്റ് പുറത്തേക്ക് ലിബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം നനച്ചു കൊടുക്കാൻ തികയാതെ വരും. ഓക്കെ, അങ്ങനെ വന്നു കഴിയുമ്പോൾ ക്രാക്സ് ഡെവലപ്പ് ചെയ്യും അല്ലേ. ആ ക്രാക്സ് ഡെവലപ്പ് ചെയ്ത് ആ ക്രാക്സ് വഴി വേപ്പർ എന്ത് ചെയ്യും, എസ്കേപ്പ് ചെയ്യാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കുറയ്ക്കുക. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് അവിടെ എന്ത് ചെയ്യില്ല, ഹീറ്റ് ലിബറേഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഒരുപാട് വാട്ടർ അതിൽ നിന്ന് പെട്ടെന്ന് പോവില്ല. അതുവഴി എന്താണ്, അതിൻ്റെ സ്ട്രെങ്ത്ത് ആവശ്യമായിട്ടുള്ള വാട്ടർ അതിൽ നിന്ന് വലിച്ചെടുക്കാനായിട്ട് സാധിക്കും. സോ അതിൻ്റെ ക്രാക്സ് ഡെവലപ്മെൻറ്റും അതിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ ഡെഫിഷ്യൻസിയൊക്കെ അവിടെ കുറച്ച് കൊണ്ടുപോകാൻ കഴിയും. പിന്നെ ഹൈഡ്രോഫോബിക് പോർട്ട്ലാൻഡ് സിമെൻറ്റ്, വാട്ടർ റിപ്പല്ലൻറ്റ്. ഹൈഡ്രോഫോബിക് എന്ന് വെച്ചാൽ എന്താ, വെള്ളത്തിന് ഉള്ളിലേക്ക് കടത്തി വിടാത്ത രീതിയിലുള്ള സിമെൻറ്റ്. ഓക്കെ, അങ്ങനത്തെ എന്താ, ഇപ്പോൾ പ്രത്യേകിച്ച് വാട്ടർ സ്ട്രക്ചേഴ്സിൽ നമുക്ക് എന്താണ്, വെള്ളത്തിൻ്റെ അടിയിലൊക്കെയുള്ള സ്ട്രക്ചേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക്, കോൺക്രീറ്റിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് ഇപ്പോൾ വെള്ളം കടന്നു കഴിഞ്ഞാൽ കമ്പിയൊക്കെ തുരുമ്പിച്ച് പോകാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ്. സോ ഇങ്ങനത്തെ അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷൻ അങ്ങനത്തെ സ്ട്രക്ചേഴ്സിലൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഹൈഡ്രോഫോബിക് സിമെൻറ്റ് യൂസ് ചെയ്യും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് കടക്കില്ല, വാട്ടർ റിപ്പല്ലൻ്റ് ആയിട്ടുള്ള സിമെൻറ്റാണ്. പിന്നെ കളേർഡ് സിമെൻറ്റ് അല്ലെങ്കിൽ വൈറ്റ് സിമെൻറ്റ്. കളേർഡ് സിമെൻറ്റ് അല്ലെങ്കിൽ വൈറ്റ് സിമെൻറ്റ് പറഞ്ഞാൽ അതിൽ സിമെൻറ്റിൻ്റെ അയൺ ഓക്സൈഡ് പോലെയുള്ള കോമ്പണൻസൊക്കെ, ഫ്ലൈ ആഷ് അങ്ങനത്തെ കോമ്പണൻസ് കുറവായിരിക്കും. ഗ്രേയിഷ് കളറ്, സിമെൻറ്റിൻ്റെ ഗ്രേയിഷ് ഗ്രീൻ കളർ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ആ കോൺസ്റ്റിറ്റ്യൂവൻറ്റിനെ കുറച്ച് ലൈമാണല്ലോ വൈറ്റ് സിമെൻറ്റിൽ ലൈം ഇതായിരിക്കും കൂടുതലുണ്ടാവുക. അതിൻ്റെ കണ്ടൻറ്റ് കൂട്ടിയിട്ടായിരിക്കും നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അത് പ്രധാനമായിട്ടും നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുക, വൈറ്റ് സിമെൻറ്റ് നിങ്ങൾക്ക് അറിയാമല്ലേ, പെയിൻറ്റിങ് അങ്ങനത്തെ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. നെക്സ്റ്റ് പറയുന്നത് അഗ്രിഗേറ്റ്സ് ആണ്. അപ്പോൾ അഗ്രിഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ സിമെൻറ്റിനേക്കാൾ ചീപ്പറാണ്. കാരണം അത് സിമെൻറ്റ് പോലെ മാനുഫാക്ചർ, നിങ്ങളിപ്പോൾ സിമെൻറ്റിൻ്റെ മാനുഫാക്ചർ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഡ്രൈ മിക്സിങ് അല്ലെങ്കിൽ ഡ്രൈ മെത്തേഡും വെറ്റ് മെത്തേഡും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ സിമെൻറ്റിനെ പോലെ ഇവിടെ കൺസ്ട്രക്ഷൻ അത്ര വരുന്നില്ല, ഒരുപാട് കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഒന്നും വരുന്നില്ല. മണലാണെങ്കിൽ നമ്മൾ പണ്ട് ചെയ്തത് പോലെ പുഴയിൽ നിന്ന് വാരി ഇങ്ങനെ എടുത്ത് കൊണ്ടുവന്നാൽ മതി അല്ലേ. അഗ്രിഗേറ്റ് ആണെങ്കിൽ നമുക്ക് ഫ്രം ദ ക്വാറീസ് നമുക്ക് അവൈലബിൾ ആണ് കോഴ്സ് അഗ്രിഗേറ്റ്. പക്ഷേ എന്താണ്, ഒരുപാട് നമുക്ക് നാച്ചുറൽ കലാമിറ്റീസ് വരുത്തുന്ന, അല്ലെങ്കിൽ ഒരുപാട് രീതിയിൽ അല്ലേ, ഇപ്പം മണൽ വാരലൊക്കെ പുഴയിലെ കൺട്രോൾ ചെയ്തു, നാച്ചുറൽ റിസോഴ്സാണ് അതെല്ലാം. അപ്പോൾ ഉണ്ടായി വരാൻ കുറേ സമയമെടുക്കും. പിന്നെ അത് മണൽ വാരുന്നതിലൂടെ നമ്മുടെ നദികൾ ഒരുപാട് നശിച്ചു പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ക്വാറി പൊട്ടിച്ച് ഉണ്ടായ നാശനഷ്ടം കഴിഞ്ഞ മഴക്കാലത്തൊക്കെ നമ്മൾ അനുഭവിച്ചതാണ്.
അപ്പോൾ ചീപ്പറാണ് ദാൻ സിമെൻറ്റ് ആൻഡ് ഇമ്പാർട്ട് ഗ്രേറ്റർ വോളിയം സ്റ്റെബിലിറ്റി ആൻഡ് ഡ്യൂറബിലിറ്റി ടു കോൺക്രീറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വോളിയം എക്സ്പാൻഷനും അതേപോലെ കോൺക്രീറ്റിൻ്റെ ഡ്യൂറബിലിറ്റി എന്ന് വെച്ചാൽ എന്താ, കോൺക്രീറ്റ് ഡ്യൂറബിൾ ആണല്ലോ. എന്താ ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം നിലനിൽക്കുന്നതാണ്, അല്ലാതെ അതിന് ഏജ് അനുസരിച്ചാണ് അത് സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. കാരണം എന്താണ്, ഡ്യൂ ടു അഗ്രിഗേറ്റ്സ് അതിന് സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ബിയർ ചെയ്യാനുള്ള കഴിവും ഇതെല്ലാം വരുന്നത് കോഴ്സ് അഗ്രിഗേറ്റാണ്. ഓക്കെ, അപ്പോൾ അതിന് ഡ്യൂറബിലിറ്റി കൂട്ടുന്നത് കോഴ്സ് അഗ്രിഗേറ്റാണ്. ദ മെയിൻ പർപ്പസ് ഈസ് ടു പ്രൊവൈഡ് ബൾക്ക് ടു ദ കോൺക്രീറ്റ്. അപ്പോൾ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കോൺക്രീറ്റിന് ബൾക്ക് കൊടുക്കുക എന്ന് വെച്ചാൽ എന്താ, വോളിയം ഇൻക്രീസ്, സ്മാൾ കോൺട്രിബ്യൂഷൻ. വോളിയം ഭയങ്കരമായി ഇൻക്രീസ് ചെയ്യാമെന്നല്ല, ഭയങ്കരമായി വോളിയം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ വോയിഡ്സും സ്പേസസൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ വിത്തിൻ ദ ലിമിറ്റ് ബൾക്കിങ്ങിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അറിയാലോ, ബൾക്കിംഗ് നടക്കുന്ന വാട്ടർ കണ്ടൻറ്റ് എത്രയാണ്, ബൾക്കിംഗ് ഓഫ് സാൻഡ് നടക്കുന്ന വാട്ടർ കണ്ടൻറ്റ് എത്രയാണ് ഫൈൻ അഗ്രിഗേറ്റിൽ. നമ്മൾ ലാബിലൊക്കെ ചെയ്തതാണ് അല്ലേ. 4 to 8% ഇടയ്ക്കാണ്, അല്ലെങ്കിൽ 5 to 6% ഇടയ്ക്കാണെന്നൊക്കെ നമുക്കറിയാം ബൾക്കിംഗ് നടക്കുന്ന വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചില കെമിക്കൽ പക്ഷേ അപ്പോൾ ബൾക്കിംഗ് നടക്കുന്നത് വഴി അപ്പോൾ ആ ഒരു വാട്ടർ കണ്ടൻറ്റിൽ ഫൈൻ അഗ്രിഗേറ്റ് നമ്മൾ ആഡ് ചെയ്യുകയാണ്, വാട്ടർ കണ്ടൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അവിടെ വോളിയം എക്സ്പാൻഷൻ മാക്സിമം നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി വേറൊരു പ്രശ്നം വരുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ നാച്ചുറലി അവൈലബിൾ ആണ് നമ്മുടെ അഗ്രിഗേറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ. നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള അഗ്രിഗേറ്റ്സ് ആയതുകൊണ്ട് തന്നെ ചില കണ്ടീഷൻസിൽ അത് കെമിക്കൽസ് എന്തെങ്കിലുമൊക്കെ കമ്പൈൻ ചെയ്ത് കെമിക്കലി ആക്റ്റീവ് ആവും. അപ്പോൾ അങ്ങനെ കെമിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള അഗ്രിഗേറ്റ്സ് ഒരിക്കലും നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ മണലെടുക്കുകയാണെങ്കിൽ പോലും നമുക്കറിയാം, സീ സാൻഡ് നമുക്ക് കംപ്ലീറ്റ്ലി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം അതിൽ കെമിക്കൽസിൻ്റെ എമൗണ്ട് കൂടുതലാണ് അല്ലേ ഫൈൻ അഗ്രിഗേറ്റിൽ. നമ്മൾ പിറ്റ് സാൻഡോ അല്ലെങ്കിൽ റിവർ സാൻഡോ ആണ് മെയിനായിട്ട് യൂസ് ചെയ്യാറുള്ളത് അല്ലേ. അപ്പോൾ റിവർ സാൻഡാണ് കൂടുതൽ നമ്മൾ പ്ലാസ്റ്ററിങ് വർക്കിനും ഇതിനൊക്കെ യൂസ് ചെയ്യുക. പിറ്റ് സാൻഡ് നമുക്ക് കൺസ്ട്രക്ഷൻ പർപ്പസിന് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിലെന്തെങ്കിലും വെജിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓർഗാനിക് കണ്ടൻറ് ഉണ്ടെങ്കിൽ ക്ലേ കണ്ടൻറ് ഉണ്ടെങ്കിൽ അതൊക്കെ കൂടുതലാണെങ്കിൽ അത് നമുക്ക് എന്താണ് നമ്മുടെ പ്ലാസ്റ്ററിങ്ങിനെ ബാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ കൺസ്ട്രക്ഷനെ ബാധിക്കും, അതിൻ്റെ സ്ട്രെങ്ത്തിനെ ബാധിക്കും. ഓക്കെ, അപ്പോൾ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അപ്പോൾ അഗ്രിഗേറ്റ്സിനെ നമ്മൾ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ജിയോളജിക്കൽ ഒറിജിൻ അതെങ്ങനെ ഉണ്ടാകുന്നു, നാച്ചുറലായിട്ട് അല്ലെങ്കിൽ മാൻ മെയ്ഡ് ആർട്ടിഫിഷ്യലായിട്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ സാൻഡ് മാത്രമല്ല ഫൈൻ അഗ്രിഗേറ്റായി യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ എം സാൻഡാണ് നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോഴൊക്കെ ഏകദേശം നിയർ ബൈ 80 to 90% നമ്മുടെ ഫൈൻ അഗ്രിഗേറ്റായ സാൻഡിൻ്റെ സ്ട്രെങ്ത്ത് എം സാൻഡിന് എല്ലാ പ്രോപ്പർട്ടീസും എം സാൻഡിനുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. സോ അതുവഴി നമുക്ക് എന്താണ് നമ്മുടെ വാട്ടർ റിസോഴ്സസിനെ കുറച്ചുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, രക്ഷിക്കാൻ പറ്റില്ല. മണൽ വാരലും അതുപോലെയുള്ളതൊക്കെ അപ്പോൾ തടയാൻ പറ്റുന്നത്. സോ ആർട്ടിഫിഷ്യൽ ആയിട്ടുമുണ്ട് നാച്ചുറൽ ആയിട്ടുമുണ്ട്. പിന്നെ സൈസ് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുന്നത് നമുക്കറിയാം. സൈസ് അനുസരിച്ച് ഫൈന്, കോഴ്സ്, മീഡിയം, പിന്നെ അതിൻ്റെ കൂടെ മിക്സ് ആയിട്ടുള്ള മീഡിയം രീതിയിലുള്ള ഫൈനും കോഴ്സും കൂടി കലർന്നിട്ടുള്ള ആ രീതിയിലാണ് നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാം. പിന്നെ ഷേപ്പ് അനുസരിച്ച്, പ്രത്യേകിച്ച് കോഴ്സ് അഗ്രിഗേറ്റ് ഒക്കെ ഷേപ്പ് അനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അല്ലേ. റൗണ്ടഡ്, ഇറഗുലർ, ആംഗുലർ, ഫ്ലേക്കി, എലോങ്ങേറ്റഡ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ യൂണിറ്റ് വെയിറ്റ് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ വല്ലാതെ പഠിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ യൂണിറ്റ് വെയിറ്റ് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നോർമൽ വെയിറ്റ്, ഹെവി വെയിറ്റ് ആൻഡ് ലൈറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞ് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഉള്ളൊരു മെയിൻ കോമ്പണൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്, വാട്ടർ. നെക്സ്റ്റ് നമ്മുടെ മേജർ ആക്റ്റീവ് കോമ്പണൻ്റ് ആണ് വാട്ടർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും എന്നാൽ ഇപ്പോൾ ലീസ്റ്റ് ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ളതുമായ ലീസ്റ്റ് എക്സ്പെൻസീവ് അല്ലാത്തതുമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കോൺക്രീറ്റിൽ അല്ലേ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്ക് വൈഡ്ലി അവൈലബിൾ ആണ്, പക്ഷേ വലിയ ഭാവിയിലേക്ക് നമ്മൾ എന്താണ് വെള്ളത്തിൻ്റെ ദൗർലഭ്യം ഇപ്പം തന്നെ നമ്മൾ അനുഭവിച്ച് തുടങ്ങിയിട്ടുണ്ട് അല്ലേ, വേനൽക്കാലങ്ങളിലൊക്കെ. അപ്പോൾ കൺസ്ട്രക്ഷൻ നിർത്തി വെക്കേണ്ട അവസ്ഥയെല്ലാം വരാറുണ്ട്. സോ നമ്മൾ വാട്ടർ റിസോഴ്സ് നമ്മൾ പ്രിസർവ് ചെയ്യുക എന്നുള്ള വലിയൊരു ഘടകമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കൺസ്ട്രക്ഷൻ ഇതൊന്നും ഭാവിയിൽ ഉണ്ടാവില്ല, നടത്താൻ സാധ്യമല്ലാത്ത ഒരവസ്ഥ ഉണ്ടാവും. അപ്പോൾ 1 part of water is used in the hydration of cement to form binding matrix. The remaining water affords lubrication and workability in concrete. സോ നമുക്കറിയാം വാട്ടറും സിമെൻറ്റും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് ഈ കിട്ടുന്ന എല്ലാ സ്ട്രെങ്ത്തും കാര്യങ്ങളും എല്ലാം. അതായത് സിമെൻറ്റിൽ വെള്ളം ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ സിമെൻറ്റ് ഒരു ഇനേർട്ട് മെറ്റീരിയലാണ് അല്ലേ. നമുക്ക് സിമെൻറ്റിൻ്റെ കോമ്പോസിഷൻ അറിയാം, 60 to 70% അല്ലെങ്കിൽ 67% വരെ അതിൽ ലൈമാണുള്ളത്. ബാക്കി കോൺസ്റ്റിറ്റ്യൂവൻസ് ആണ് സിലിക്കിയും അയൺ ഓക്സൈഡും മറ്റ് ഫ്ലൈ ആഷ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ലൈമിൻ്റെ പ്രോപ്പർട്ടി നമുക്കറിയാം എന്താണ്, വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റ് ഒരുപാട് ലിബറേറ്റ് ചെയ്യും, എക്സോതെർമിക് റിയാക്ഷനാണ്. അതുവഴി അത് സെറ്റാവുകയും ഹാർഡൻ ചെയ്യുകയും ചെയ്യും.
ഓക്കെ, അപ്പോൾ ഇതെല്ലാം നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് വാട്ടർ ആഡ് ചെയ്യണം. അപ്പോൾ ഈ വാട്ടർ 2 രീതിയിലാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. കോൺക്രീറ്റിൽ വാട്ടർ 2 രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു പാർട്ട് വാട്ടർ, ഫസ്റ്റ് പാർട്ട് ഓഫ് വാട്ടർ യൂസ് ചെയ്യുന്നത് സിമെൻറ്റിൻ്റെ ഹൈഡ്രേഷന് വേണ്ടിയിട്ടും സിമെൻറ്റും വാട്ടറും കൂടി ബൈൻഡ് ചെയ്തിട്ടുള്ള അവ തമ്മിൽ ഒരു ബൈൻഡിങ് മാട്രിക്സ് എന്ന് വെച്ചാൽ അവ തമ്മിൽ ബൈൻഡ് ചെയ്തൊരു യൂണിറ്റായി മാറാനുമാണ് അവിടെ 1 പാർട്ട് ഓഫ് വാട്ടർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫ്ലെക്സിബിൾ, ഒരു ലൂബ്രിക്കേഷൻ. ഇത് ഹാർഡായിരുന്നാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ലേ. കോഴ്സ് അഗ്രിഗേറ്റ് ഒക്കെ പ്രത്യേകിച്ച് ആംഗുലാർ കോഴ്സ് അഗ്രിഗേറ്റ് ഒക്കെ ആകുമ്പോൾ നമുക്കിത് എടുത്തുകൊണ്ട് പോകാനും ഹാർഡായിരിക്കാനും നമ്മൾ വിചാരിച്ചോടത്ത് അത് പ്ലേസ് ചെയ്യാനും എല്ലാം എന്താണ് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊരു ലൂബ്രിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ, ഫ്രിക്ഷൻ കുറച്ചിട്ട് അതിനൊരു എന്താണ് സോഫ്റ്റ്നെസ് പ്രൊവൈഡ് ചെയ്യുന്നതിനും പിന്നെ വർക്കബിലിറ്റി നമുക്ക് കൈകാര്യം ചെയ്യുന്നതിനുള്ള എളുപ്പത്തിനും വേണ്ടിയിട്ടാണ് ബാക്കി പോർഷൻ ഓഫ് വാട്ടർ നമുക്ക് യൂസേജ് വരുന്നത് അല്ലേ. നമുക്കറിയാം, നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോഴെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും, അത് മിക്സ് ചെയ്യുമ്പോൾ അതൊരു പേസ്റ്റ് രൂപത്തിലാവാനും അത് എടുത്തിട്ട് പോകാനും പ്ലേസ് ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാൻ എല്ലാം. തീരെ വെള്ളം ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സൈറ്റിലേക്ക് എത്തുമ്പോഴേക്കും വെള്ളം കംപ്ലീറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, കോൺക്രീറ്റ് ഹാർഡൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഈവൻ ദോ നമുക്ക് റിട്ടാർഡേഴ്സ് ആയിട്ടുള്ള അഡ്മിക്സ്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വാട്ടറിന് മേജറായിട്ടുള്ള റോൾ തന്നെ പ്ലേ ചെയ്യാറുണ്ട് ഇൻ 2 ways. വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഡിപ്പെൻഡ്സ് ഓൺ ദ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്, ഇറ്റ്സ് വർക്കബിലിറ്റി, ഡ്യൂറബിലിറ്റി, നാച്ചുറൽ ടൈപ്പ് ഓഫ് അഗ്രിഗേറ്റ് എക്സെട്ര. നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ. വാട്ടർ സിമെൻറ്റ് റേഷ്യോ അനുസരിച്ച് ആണ് ഇപ്പോൾ നമ്മൾ സ്ലം ടെസ്റ്റ് ചെയ്തപ്പോഴും കോമ്പാക്ഷൻ ഫാക്ടറൊക്കെ ചെയ്തപ്പോഴും നമ്മൾ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ആഡ് ചെയ്യുന്നത് 0.5, 0.6 എല്ലാം. സിമെൻറ്റിൻ്റെ എത്ര സിമെൻറ്റ് എടുത്തു വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള വോളിയം ഓഫ് വാട്ടർ. ഓക്കെ, നമ്മൾ ഒരിക്കലും തെറ്റിക്കരുത്. വെയിറ്റ് ഓഫ് വാട്ടർ ബൈ വെയിറ്റ് ഓഫ് സിമെൻ്റ് അല്ല വാട്ടർ സിമെൻറ്റ് റേഷ്യോ. വോളിയം ഓഫ് വാട്ടർ ബൈ വോളിയം ഓഫ് സിമെൻ്റ് ആണ്. ശ്രദ്ധിക്കുക, നമ്മൾ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ആണ്, വെയിറ്റ് ആണെങ്കിലും വോളിയം ആണെങ്കിലും കുഴപ്പമില്ലല്ലോ കരുതും. അല്ല, വോളിയം ഓഫ് സിമെൻറ്റ് ബൈ വോളിയം ഓഫ് വാട്ടർ ആണ്. വോളിയം ഓഫ് വാട്ടർ ബൈ വോളിയം ഓഫ് സിമെൻ്റ് ആണ്. വാട്ടർ ടു സിമെൻറ്റ് റേഷ്യോ ആണ്, പക്ഷേ വോളിയത്തിൻ്റെ റേഷ്യോ ആണെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഡിപ്പെൻഡ് ചെയ്യുന്ന പല ഘടകങ്ങളുണ്ട്. സിമെൻറ്റിൻ്റെ ഗ്രേഡ് അനുസരിച്ച് ചില സിമെൻറ്റിൻ്റെ ഗ്രേഡ് അനുസരിച്ച് ചിലപ്പോൾ വാട്ടർ കൂടുതൽ വേണ്ടി വരും. ഇപ്പോഴത്തെ കേസിൽ ഫ്ലൈ ആഷൊക്കെ കൂടുതലായി ആഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, റിയാക്ഷൻസ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കും. ചിലതിന് വാട്ടർ കുറവ് മതി എന്ന് പറയും, ചിലതിന് വാട്ടർ കൂടുതൽ വേണ്ട കണ്ടീഷൻസും ഉണ്ടാവാറുണ്ട്. പിന്നെ അതിൻ്റെ ഡ്യൂറബിലിറ്റി, എത്രത്തോളം കാലം അത് നിലനിൽക്കണം, എത്രത്തോളം അതിന് സ്ട്രെങ്ത് അച്ചീവ് ചെയ്യണം, അതിൻ്റെ യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റ് ചെയ്ത ടൈപ്പാണ്, അതിനൊക്കെ അനുസരിച്ച് നമ്മൾ വാട്ടറിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ വേണ്ടി വരും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടർ എങ്ങനെയായിരിക്കണം, പോർട്ടബിൾ വാട്ടർ ആയിരിക്കണം അല്ലേ. പോർട്ടബിൾ വാട്ടർ എന്ന് വെച്ചാൽ എന്താ, ഡ്രിങ്കിങ് പർപ്പസിന് യൂസ് ചെയ്യുന്ന വാട്ടർ ആയിരിക്കണം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പലാറ്റബിൾ വാട്ടർ, പോർട്ടബിൾ വാട്ടർ, ഡൊമസ്റ്റിക് വാട്ടർ എല്ലാം പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ പോർട്ടബിൾ വാട്ടറാണ് എൻവയോൺമെൻറ്റിൽ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ പോർട്ടബിൾ വാട്ടറാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, യൂസ് ചെയ്യേണ്ടത്. എന്തിന്, കൺസ്ട്രക്ഷൻ പർപ്പസിന്. അതായത് ഫ്രീ ഫ്രം ഇമ്പ്യൂരിറ്റീസ് ആൻഡ് ഇറ്റ്സ് pH റേഞ്ച് ഷുഡ് ബി 6.5 to 8.5 എന്ന് പറയാറുണ്ട്. നോർമലി നമ്മൾ എന്ത് ചെയ്യുക, 7 ആ റേഞ്ചിലുള്ള തന്നെ എടുക്കാം. അതായത് 7 to 8 ഇടയ്ക്കുള്ള റേഞ്ചാണ് കുറച്ചുകൂടെ കൺസ്ട്രക്ഷൻ പർപ്പസിന് നല്ലതായിട്ട് ഉള്ളത്. പിന്നെ സീ വാട്ടർ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇതിന് യൂസ് ചെയ്യാൻ കഴിയില്ല. സീ വാട്ടർ മേ നോട്ട് ബി യൂസ്ഡ് എന്നാണ് കേട്ടോ വേണ്ടത്, അത് ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. അപ്പോൾ സീ വാട്ടർ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, യൂസ് ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മളുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഒരിക്കലും നമുക്ക് പോസിബിൾ അല്ല. കാരണം എന്താണ്, അതിൽ ഒരുപാട് കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള അഡ്മിക്സ്ചേഴ്സിനെ പറ്റിയിട്ടാണ്. ഓൾറെഡി നമുക്കറിയാം അല്ലേ, നമ്മൾ ഒരുപാട് കേട്ടതായിരിക്കും നിങ്ങൾ തന്നെ കോൺക്രീറ്റ് ടെക്നോളജിയിൽ. അഡ്മിക്സ്ചേഴ്സ് നമ്മൾ കോൺക്രീറ്റ് എപ്പോഴും അഡ്മിക്സ്ചേഴ്സ് ആഡ് ചെയ്യുന്നത്, ദേ ആർ ആഡഡ് ടു കോൺക്രീറ്റ് ഇമീഡിയറ്റ്ലി ഓർ ഡ്യൂറിങ് മിക്സിംഗ് ടു മോഡിഫൈ ഇറ്റ്സ് പ്രോപ്പർട്ടീസ് ഇൻ ദ ഫ്രഷ് ഓർ ഹാർഡൻഡ് സ്റ്റേറ്റ്. അപ്പോൾ നമ്മൾ അധികം അതിൻ്റെ മിക്സിങ് ടൈമിലാണ് അഡ്മിക്സ്ചേഴ്സ് ആഡ് ചെയ്യാറുള്ളത് അല്ലേ, അതിൻ്റെ പ്രോപ്പർട്ടീസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി. ഫ്രഷ് കോൺക്രീറ്റിൻ്റെ അല്ലെങ്കിൽ ഹാർഡൻഡ് സ്റ്റേറ്റ് ആകുമ്പോൾ ചിലപ്പോൾ ഫ്രഷ് കോൺക്രീറ്റിലേക്ക് ആഡ് ചെയ്യേണ്ട കേസ് എപ്പോഴാണ്, വർക്കബിലിറ്റി കൂട്ടേണ്ട അഡ്മിക്സ്ചേഴ്സ് ആണെങ്കിൽ അത് ഫ്രഷ് കോൺക്രീറ്റിൻ്റെ അപ്പം തന്നെ എന്ത് ചെയ്യണം, അതിൻ്റെ റിയാക്ഷനും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യണം. ചിലപ്പോൾ റിട്ടാർഡേഴ്സ് ആയിരിക്കും. റിട്ടാർഡേഴ്സ് ആകുമ്പോൾ എന്താണ്, നമുക്ക് അതിൻ്റെ സെറ്റിംഗ് ടൈം കൂട്ടുകയും സെറ്റിംഗ് കുറയ്ക്കുകയാണ് വേണ്ടത് അല്ലേ. സെറ്റിംഗ് കുറയല്ലേ വേണ്ട. അപ്പോൾ സെറ്റിംഗ് കുറയണമെങ്കിൽ സെറ്റിംഗ് ടൈം കൂടുതലാക്കണം. അങ്ങനെ സെറ്റിംഗ് ടൈം കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിട്ടാർഡേഴ്സ് ആഡ് ചെയ്യുന്നത്. പെട്ടെന്ന് സെറ്റ് ആവരുത്, കുറച്ച് ടൈം വേണം നമുക്ക്. കാരണം എന്താ, ഒരു സൈറ്റിൽ നിന്ന് മിക്സ് ചെയ്തിട്ട് ചിലപ്പോൾ വേറെ സൈറ്റ് കൊണ്ടുപോയിട്ടായിരിക്കും നമുക്ക് പ്ലേസ് ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് ബ്രിഡ്ജിൻ്റെ ഒക്കെ കോൺക്രീറ്റ് വർക്ക് നടക്കുമ്പോൾ ഇപ്പോൾ അവിടെ ബ്രിഡ്ജ് ഇല്ലല്ലോ, അപ്പോൾ നമുക്ക് ചിലപ്പോൾ തോണിയിലോ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും ഈ കരയിൽ നിന്ന് ആ കരയിലേക്ക് കൊണ്ടുപോകാൻ. 2 കരയിലും കൊണ്ടുപോയിട്ട് മിക്സിംഗ് പ്ലാന്റ് ഒന്നും സ്ഥാപിക്കാൻ
ഉള്ള സാമ്പത്തികം നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് സെറ്റിംഗ് നടക്കരുത്. അപ്പോൾ നമ്മൾ റിട്ടാർഡേഴ്സ് ആഡ് ചെയ്യും. അപ്പോൾ റിട്ടാർഡേഴ്സ് ആഡ് ചെയ്താൽ അത് മിക്സിങ് കഴിഞ്ഞ് നമ്മൾ ട്രാൻസ്പോർട്ടിങ് സ്റ്റേറ്റിലാണ് അത് വർക്ക് ചെയ്യേണ്ടത്. കാരണം എന്താണ്, മിക്സിങ്ങിൻ്റെ സമയത്ത് അത് വർക്ക് ചെയ്യാൻ തുടങ്ങി എപ്പോഴേ വാട്ടർ കണ്ടന്റ് റിട്ടാർഡ് ചെയ്തിട്ട് കാര്യമില്ല. ട്രാൻസ്പോർട്ട് ചെയ്ത് ആ സ്ഥലത്ത് എത്തുമ്പോൾ വെള്ളം പോകരുത്. അപ്പോൾ ആ ഓൺ ദ വേ ആണ് അതിൻ്റെ വർക്കിംഗ് നിൽക്കുന്നത്. അപ്പോൾ അറ്റ് എ ടൈം മിക്സ് ചെയ്ത വഴിക്ക് തന്നെ അതെന്ത് ചെയ്യില്ല, റിയാക്ട് ചെയ്യാൻ തുടങ്ങില്ല. അപ്പോൾ 2 സ്റ്റേറ്റിലും ആവാം. ഒന്നുമില്ലെങ്കിൽ മിക്സിങ്ങിൻ്റെ സ്റ്റേറ്റിൽ ആഡ് ചെയ്ത വഴിക്ക് തന്നെ എന്ത് സംഭവിക്കാം, അത് ആഡ് ചെയ്ത വഴിക്ക് തന്നെ പ്രോപ്പർട്ടീസ് മാറ്റാൻ തുടങ്ങും. അതല്ല ചിലതാണെങ്കിൽ ആഡ് ചെയ്ത വഴിക്ക് അല്ലാണ്ട് അറ്റ് ദ ടൈം കുറച്ച് കഴിഞ്ഞിട്ട് അത് ഹാർഡൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആയിരിക്കാം അഡ്മിക്സ്ചേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് അത് എടുക്കാൻ തുടങ്ങും. അപ്പോൾ അഡ്മിക്സ്ചേഴ്സ് പല രീതിയിലുണ്ട്. മെയിനായിട്ട് നമുക്ക് അറിയാവുന്ന ഏതൊക്കെ, ആക്സിലറേറ്റേഴ്സ്, സെറ്റിംഗ് ടൈം പെട്ടെന്നാവുന്നതിന് വേണ്ടിയിട്ട് അല്ലേ, സെറ്റിംഗ് ടൈം കുറയ്ക്കാം. എന്താണ്, സ്പീഡ് ഓഫ് ദ ഇനീഷ്യൽ സെറ്റ് ഓഫ് ടൈം, ഇനീഷ്യൽ സെറ്റിംഗ് പെട്ടെന്ന് നടത്താൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ സെറ്റിംഗ് ടൈം കുറച്ച് സെറ്റിംഗ് പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ട്. റിട്ടാർഡേഴ്സ് പറഞ്ഞാൽ സെറ്റിംഗ് ടൈം കുറയ്ക്കാം, നമ്മൾ പറഞ്ഞു അല്ലേ. പിന്നെ പ്ലാസ്റ്റിസൈഡേഴ്സ് ആൻഡ് സൂപ്പർ പ്ലാസ്റ്റിസൈഡേഴ്സ് ഉണ്ട്. അതായത് വാട്ടറിൻ്റെ എമൗണ്ട് കുറയ്ക്കാനാണ് അവ ആഡ് ചെയ്യുന്നത്. സൂപ്പർ പ്ലാസ്റ്റിസൈഡേഴ്സ് വെള്ളം അധികം ഉപയോഗിക്കാതെ കിട്ടുന്ന വെള്ളം മാക്സിമം എല്ലാ മെറ്റീരിയലിനും അവൈലബിൾ ആക്കി മാക്സിമം റിയാക്ഷൻസ് എല്ലാം വിത്തിൻ ദ വാട്ടർ കണ്ടന്റ് നടക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാസ്റ്റിസൈഡേഴ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ എയർ ഇൻട്രെയിനിങ് അഡ്മിക്സ്ചേഴ്സ് ഉണ്ട്, വാട്ടർ പ്രൂഫേഴ്സ്. ചിലതിൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഹൈഡ്രോഫോബിക് സിമെൻറ്റ്, അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷൻ ഒക്കെ ആണെങ്കിൽ സിമെൻറ്റിലേക്ക് വെള്ളം കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിഗ്മെൻറ്റ്സ്, കളർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ കൊറോഷൻ ഇൻഹിബിറ്റിംഗ് കെമിക്കൽസ്, കൊറോഷൻ തടയുന്നതിന് വേണ്ടിയിട്ട്. ആൻറ്റി ഫംഗസ് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതെല്ലാം നമ്മൾ എന്താണ്, അഡ്മിക്സ്ചേഴ്സ് യൂസ് ചെയ്യാറ് ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള ടൈപ്പ് ഓഫ് കോൺക്രീറ്റ് മിക്സസ്. ഏതൊക്കെ ടൈപ്പ് കോൺക്രീറ്റ് മിക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ടൈപ്സ് ഓഫ് കോൺക്രീറ്റ് മിക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയിലാണ് നമ്മൾ കോൺക്രീറ്റ് മിക്സ് പറയാറുള്ളത്. ഒന്ന് നോമിനൽ മിക്സും മറ്റേത് ഡിസൈൻ മിക്സും. ഇപ്പോൾ നോമിനൽ മിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, മിക്സസ് ഓഫ് ഫിക്സഡ് പ്രപ്പോർഷൻ. ഫിക്സഡ് പ്രപ്പോർഷനിലാണ് ഇതിൻ്റെ, അതായത് കറക്റ്റ് ആ പറയുന്ന കണക്കനുസരിച്ചാണ് നോമിനൽ മിക്സിൻ്റെ പ്രപ്പോർഷൻ ഉണ്ടാവുക. IS 456/2000 പെർമിറ്റ്സ് നോമിനൽ മിക്സസ് ഫോർ കോൺക്രീറ്റ്സ് ഓഫ് സ്ട്രെങ്ത് M20 ഓർ ലോവർ. അപ്പോൾ M20 അല്ലെങ്കിൽ അതിന് താഴേക്ക് നമ്മൾ നോമിനൽ മിക്സസ് ആണ് IS 456 ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ. ഫസ്റ്റ് ഇതിൽ നോമിനൽ മിക്സും ഡിസൈൻ മിക്സും. അപ്പോൾ ഡിസൈൻ മിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഡിസൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് റിക്വയർമെൻറ്റ്സ് ഓഫ് കോൺക്രീറ്റ് ഇൻ ദ ഫ്രഷ് ആൻഡ് ഹാർഡ് ആൻഡ് സ്ട്രേറ്റ്. അപ്പോഴത്തെ അനുസരിച്ച് നമ്മളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് നമ്മൾ അപ്പോൾ ഡിസൈൻ ചെയ്ത് അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ വീട്ടിലൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്, സ്ലാബ് നമ്മളപ്പോൾ ഡിസൈൻ ചെയ്തൊന്നും നോക്കില്ല അല്ലേ, അവിടുത്തെ സ്ലാബിൽ കൂടുതൽ ലോഡ് വരുന്നുണ്ട്, എന്താ അവിടുത്തെ കണ്ടീഷൻ നോക്കി അപ്പോൾ തന്നെ എന്ത് ചെയ്യും, നമ്മൾ അതിനനുസരിച്ച് മിക്സിങ്ങും കാര്യങ്ങളും നടത്തി ഫ്രഷ് ആൻഡ് ഹാർഡ് ആൻഡ് സ്റ്റേറ്റിൽ അതിൻ്റെ റിക്വയർമെൻറ്റ്സ് നോക്കിയിട്ട്. ഹാർഡ് ആൻഡ് സ്റ്റേറ്റ് ആകുമ്പോൾ ഒരുപാട് ലോഡ് ഇതിലേക്ക് വരുന്നുണ്ട്. കണ്ടീഷൻ ഇപ്പോൾ ഫ്രഷ് സ്റ്റേറ്റിലാകുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ പ്ലേസ് ആവണം, പെട്ടെന്ന് പ്ലേസ് ചെയ്യാൻ വേണം. ഹാർഡ് ആൻഡ് സ്റ്റേറ്റിൽ ഒരുപാട് ലോഡും വരണം. ആ കേസിൽ നമുക്ക് നമ്മുടെ പ്രൊസീജിയർ പ്രകാരം അല്ലെങ്കിൽ IS കോഡ് പ്രകാരം ഈ കേസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കണ്ടീഷനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് അറിയാവുന്ന കണ്ടീഷൻസിൽ മാറ്റം വരുത്തിയിട്ട് അതിനനുസരിച്ച് നമ്മൾ മിക്സ് ഡിസൈൻ ഉണ്ടാക്കും. അതാണ് ഡിസൈൻ മിക്സ് എന്ന് പറയുന്നത്. പിന്നെ ട്രയൽ മിക്സസ് ആണ്. ട്രയൽ മിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രിപ്പയർ ടു വെരിഫൈ വെദർ ദ ഡിസൈൻ മിക്സ് വുഡ് പെർഫോം ആസ് പെർ ദ അസംഷൻ. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഒരിക്കലും എന്തല്ല, ആദ്യമേ ഇതൊക്കെ ഡിസൈൻ മിക്സ് ആണ് എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ നമ്മൾ നമ്മുടെ IS കോഡിൽ പ്രിഫർ ചെയ്ത് വെച്ചിരിക്കുകയല്ല. നമ്മൾ എന്ത് ചെയ്യാണ്, ട്രയൽ ചെയ്ത് നോക്കും. ഇപ്പോൾ നമ്മൾ പല സിമെൻറ്റ് അല്ലെങ്കിൽ പല കോൺക്രീറ്റ്, ഇപ്പോൾ M25 ഇപ്പോൾ ഒരു സിമെൻറ്റ് പുതിയതായി മാർക്കറ്റിൽ വന്ന സിമെൻറ്റാണ്. അപ്പോൾ അത് വെച്ച് നമ്മൾ കോൺക്രീറ്റിങ് നടത്താൻ പറ്റുമോ, നമ്മളുടെ പുതിയതായിട്ട് വന്നൊരു സിമെൻറ്റ് വെച്ച് അതിന് എത്ര സ്ട്രെങ്ത് കിട്ടുന്നുണ്ട്, അത് വെച്ച് കോൺക്രീറ്റിങ് ചെയ്യുമ്പോൾ എത്ര സ്ട്രെങ്ത് കിട്ടുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, അത് വെച്ച് ക്യൂബ് കാസ്റ്റ് ചെയ്ത് നോക്കും. ക്യൂബ് കാസ്റ്റ് ചെയ്ത് നമ്മൾ 28 ഡേയ്സ് വാട്ടർ ടാങ്കിലിട്ട് അതിനെ ക്യൂർ ചെയ്ത് നോക്കി. ക്യൂർ ചെയ്തതിന് ശേഷം നമ്മൾ അതെടുത്തിട്ട് കമ്പഷൻ ടെസ്റ്റിംഗ് മെഷീനിൽ വെച്ച് അതിൻ്റെ കമ്പഷൻ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കും. അതിന് ശേഷം വിത്തിൻ ദ ലിമിറ്റാണ് ആ കമ്പഷൻ അതിൻ്റെ എന്താണ് ഗ്രേഡ് വരുന്നത്, ആ ക്യൂബിൻ്റെ അല്ലെങ്കിൽ ആ മിക്സിൻ്റെ ഗ്രേഡ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമ്മൾ ട്രയൽ ചെയ്ത് നോക്കുകയാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ പ്രൊജക്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. പുതിയതായിട്ടുള്ളൊരു കോൺക്രീറ്റ് നമ്മൾ, അല്ലെങ്കിൽ കോൺക്രീറ്റിൻ്റെ പ്രോപ്പർട്ടീസാണ് നമ്മൾ കുറച്ച് എന്താ, ഇപ്പോൾ സാൻഡ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ, സാൻഡിന് പകരം സാൻഡ് ആഡ് ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ പ്രോപ്പർട്ടിയിൽ വരുന്ന ചേഞ്ച്, അത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രയൽ മിക്സ് ഉണ്ടാക്കി ക്യൂബ് കാസ്റ്റ് ചെയ്ത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി. ഓക്കെ,
അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ആസ് പെർ ദ അസംഷൻസ് നമ്മൾ പറയുന്ന പ്രകാരം അത് നമുക്ക് ഡിസൈൻ സ്ട്രെങ്ത് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഓക്കെ ശരിയാണ്, നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ പ്രിപ്പയർ ടു വെരിഫൈ. അപ്പോൾ ഈ ട്രയൽ മിക്സ് പറഞ്ഞാൽ അതിനാണ്, അത് എന്താണ് വെരിഫൈ ചെയ്യുക. അത് ഉണ്ടാക്കുന്ന എന്ത് വെരിഫൈ ചെയ്യാനാണ്, ഈ തന്നിട്ടുള്ള നമ്മൾ ഉദ്ദേശിച്ച ഡിസൈൻ മിക്സിലുള്ളത് ആസ് പെർ ദ നമ്മളുടെ ഉദ്ദേശിച്ച ഇതുപോലെ നടക്കുമോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി, വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അങ്ങനത്തെ ഡിസൈൻ മിക്സ് അല്ലെങ്കിൽ ട്രയൽ മിക്സ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കാര്യപ്പെട്ട വേരിയേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിൽ മാറ്റങ്ങൾ വരുത്തും. കാര്യപ്പെട്ട വേരിയേഷൻസ് വരികയാണെങ്കിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താം. എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്താം, നമുക്ക് തോന്നിയ പോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഡിസൈൻ പഠിച്ചു അല്ലേ, SD പഠിച്ചു, കോൺക്രീറ്റ് ഡിസൈൻ പഠിച്ചു, സ്റ്റീൽ ഡിസൈൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ കയ്യിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്ത് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ ഡിസൈൻ തെറ്റാണ്. നമുക്ക് എങ്ങനെ മനസ്സിലാവുന്നത്, നമ്മൾ IS കോഡ് വെച്ചിട്ടാണ് അല്ലേ. IS കോഡ് വെച്ച് IS കോഡിൽ ഇന്നതിന് ഇത്ര വാല്യൂ പറയുന്നുണ്ട്, L/D റേഷ്യോ ബീമിൻ്റെ കേസിൽ ഇത്ര പറയുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് അല്ലെങ്കിൽ അതിൻ്റെ ക്രൈറ്റീരിയ വെച്ച് നമ്മൾ ഡിസൈൻ ചെയ്ത് മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് ഇത്ര വേണം, മാക്സിമം ഇത്ര വേണം, അങ്ങനെ ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ മിനിമം റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ അത്ര പോലും നമ്മളെടുത്ത ഡിസൈൻ വരുന്നില്ലെങ്കിൽ നമ്മൾ മാറ്റണം. മാക്സിമം റീഇൻഫോഴ്സ്മെൻറ്റ് ഇത്രേ പാടുള്ളൂ എന്നുണ്ട്. ആ മാക്സിമം റീഇൻഫോഴ്സ്മെൻറ്റിനെക്കാട്ടിലും കൂടുതലായിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തപ്പോൾ വരുന്നത്. നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ മിക്സ് പ്രപ്പോർഷൻ നമ്മൾ ചെയ്ത് വെച്ച് നമ്മൾ ട്രയൽ മിക്സ് ഉണ്ടാക്കി അതിൻ്റെ ടെസ്റ്റ് ചെയ്ത് വാല്യൂസ് എടുത്തു നോക്കി. പക്ഷേ ആ വാല്യൂ അപ്രീഷ്യബിൾ ആയിട്ടുള്ള വേരിയേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഡയറക്റ്റ്ലി എംപ്ലോയ് ദ ട്രയൽ മിക്സ് പ്രപ്പോർഷൻ അറ്റ് ദ സൈറ്റ്. ഒന്നുമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, രണ്ടും കൽപ്പിച്ച് ആ ട്രയൽ ഇപ്പോൾ കറക്റ്റാണ്, വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ആ ട്രയൽ മിക്സ് നേരിട്ട് നമ്മൾ നടപ്പാക്കും. അതല്ല, നമുക്ക് അതിനുള്ള ധൈര്യമില്ല ട്രയൽ മിക്സ് നടത്താം. അപ്പോൾ എന്ത് ചെയ്യും, മോഡിഫൈ ദ ട്രയൽ മിക്സ് പ്രപ്പോർഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഇൻഡ്യൂഷൻസ് ആൻഡ് എംപ്ലോയ് ദ റിവേഴ്സ്ഡ് പ്രപ്പോർഷൻസ് അറ്റ് ദ സൈറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മോഡിഫൈ ചെയ്യും നമ്മളുടെ ഇൻഡ്യൂഷൻസിന്. ഇപ്പോൾ നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്ത് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, റീഇൻഫോഴ്സ്മെൻറ്റ് കൂട്ടേണ്ട സാഹചര്യമാണെങ്കിൽ കൂട്ടും, കുറയ്ക്കേണ്ട സാഹചര്യമാണെങ്കിൽ കുറയ്ക്കും, വീണ്ടും ഡിസൈൻ ചെയ്ത് നോക്കും അല്ലേ. അപ്പോൾ അതേപോലെ നമ്മുടെ ട്രയൽ മിക്സ് പ്രപ്പോർഷൻ എവിടെയാണോ മാറ്റങ്ങൾ വരുത്തേണ്ടത് നമ്മളുടെ ഒരു ഊഹം വെച്ചിട്ട്, നമ്മുടെ ആ ഒരു ഇൻഡ്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ ഊഹം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, റിവേഴ്സ്ഡ് പ്രപ്പോർഷൻസ് ആ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റെഡിയാവും എന്നുള്ള ആ ഒരു ഇതിൽ നമ്മൾ സൈറ്റിൽ ആ മാറ്റങ്ങൾ വരുത്തിയിട്ടത് എംപ്ലോയ് ചെയ്യും. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും, പ്രിപ്പയർ ഫർദർ ട്രയൽ മിക്സസ് ഇൻ ഇൻകോർപ്പറേറ്റിംഗ് ചേഞ്ചസ് ഇൻ ദ പ്രപ്പോർഷൻസ് ബേസ്ഡ് ഓൺ ദ ഫീഡ്ബാക്ക് ജനറേറ്റഡ് ഫ്രം ദ പ്രീവിയസ് മിക്സിൽ നിന്ന് നമുക്ക് അതിനും ധൈര്യമില്ല. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ രണ്ടും കൽപ്പിച്ച സൈറ്റിൽ നമ്മളത് നടപ്പാക്കി, അതിനുള്ള ധൈര്യമില്ല എന്നാൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ചെറിയ മാറ്റങ്ങൾ, വലിയ ഒരു ഇതൊന്നുമില്ല, ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ റെഡിയാവാം. അപ്പോൾ ആ മാറ്റങ്ങൾ അങ്ങോട്ട് വരുത്തിയിട്ട് നേരിട്ട് സൈറ്റിൽ അത് അപ്ലിക്കബിൾ ആക്കി. അതല്ല, അതിനും പോസിബിലിറ്റി ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾക്ക് കിട്ടിയ ഈ ഫീഡ്ബാക്ക് ഫസ്റ്റ് നടത്തിയ ട്രയൽ മിക്സ് നടത്തിയപ്പോൾ കിട്ടിയ റിപ്പോർട്ടും അതിൻ്റെ ഫീഡ്ബാക്കും വെച്ച് അതിൽ നിന്നും വരുന്ന കൺക്ലൂഷൻ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ വേരിയേഷൻസ് വരുത്തി വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ട്രയൽ മിക്സ് ഉണ്ടാക്കി ടെസ്റ്റ് ചെയ്യും, എന്നിട്ട് നമ്മൾ റെഡിയാക്കും. അപ്പം കോൺക്രീറ്റ് മിക്സ് ഡിസൈൻ എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മളുടെ ഇതിലേക്ക് കടക്കുകയാണ്. ഇതുവരെ നമ്മൾ ജനറൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി കോൺക്രീറ്റ് മിക്സ് ഡിസൈൻ എന്താണ്? ഇപ്പോൾ കോൺക്രീറ്റ് മിക്സ് ഡിസൈൻ്റെ ഡെഫിനിഷൻ പറയുന്നു, മിക്സ് ഡിസൈൻ ഈസ് എ സയൻസ് ഓഫ് ഡിറ്റർമിൻ ദ റിലേറ്റീവ് പ്രപ്പോർഷൻ ഓഫ് ദ ഇൻഗ്രീഡിയൻസ് ഓഫ് കോൺക്രീറ്റ് ടു അച്ചീവ് ദ ഡിസൈർഡ് പ്രപ്പോർഷൻസ് ഇൻ ദ മോസ്റ്റ് എക്കണോമിക്കൽ വേ. അപ്പം ഏറ്റവും എന്താണ് സാമ്പത്തികമായിട്ട് നമുക്ക് മെച്ചം തരുന്ന രീതിയിൽ നമ്മൾക്ക് കോൺക്രീറ്റിൻ്റെ ഡിസൈർഡ് പ്രോപ്പർട്ടീസ്, നമുക്ക് കോൺക്രീറ്റിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് വേണം നമുക്കറിയാം, സ്ട്രെങ്ത്, ഹാർഡനിങ്, വർക്കബിലിറ്റി, ഇതെല്ലാം നമുക്ക് വിത്തിൻ ദ ലിമിറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല അനുപാതം, ഇൻഗ്രീഡിയൻസിൻ്റെ ഏറ്റവും നല്ല അനുപാതം ഏതാണോ ആ അനുപാതം ഡിറ്റർമിൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മിക്സ് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സ്ട്രെങ്ത്തും നമുക്ക് ആവശ്യമായ എല്ലാ കോൺക്രീറ്റിൻ്റെ പ്രോപ്പർട്ടീസും വിത്തിൻ ദാറ്റ് പ്രപ്പോർഷനിൽ നമുക്ക് ലഭിക്കണം അണ്ടർ ലോ കോസ്റ്റ്. അതായത് മിതമായ നിരക്കിൽ നമുക്ക് എന്ത് വേണം, കോൺക്രീറ്റിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ആ ഒരു അനുപാതത്തിൽ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മിക്സ് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ മിക്സ് ഡിസൈനിനെ ഗവേൺ ചെയ്യുന്ന കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഏതൊരു കാര്യത്തിനുണ്ടല്ലേ, ഇപ്പോൾ ഏത് തിയറി പുട്ട് ഫോർവേഡ് ചെയ്യുകയാണെങ്കിലും കുറച്ച് അസംഷൻസ് ഉണ്ട്. അതേപോലെ മിക്സ് ഡിസൈനിന് കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത് എൻവയോൺമെൻറ്റൽ എക്സ്പോഷർ ഓഫ് ദ സ്ട്രക്ചർ. ആദ്യം നോക്കേണ്ട അതാണ്, സ്ട്രക്ചർ എവിടെയാണ്, അതിൻ്റെ എക്സ്പോഷർ എങ്ങനെ. ഇപ്പോൾ നമ്മൾ എന്തായിരിക്കും, ഇപ്പോൾ നമ്മൾ വിൻഡി ഏരിയ ആയിരിക്കും,
ഒരുപാട് കാറ്റും ഇതൊക്കെ വീശുന്ന കണ്ടീഷനായിരിക്കും. അപ്പോൾ നമ്മുടെ സർഫസിൽ ഒരുപാട് അബ്രഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സിമെൻറ്റ് നമ്മൾ യൂസ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ IS കോഡിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, IS 456 എക്സ്പോസ്ചർ ടു സാൾട്ട് കണ്ടീഷൻ അല്ലെങ്കിൽ എക്സ്ട്രീം, സിവിയർ, മൈൽഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതുണ്ട്. അപ്പോൾ നമുക്കറിയാം കോസ്റ്റൽ ഏരിയാസിലാണെങ്കിൽ നമ്മൾ M30 മിനിമം യൂസ് ചെയ്യണം കോൺക്രീറ്റിൻ്റെ ഗ്രേഡ് എന്ന് നമ്മൾ ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ട് IS 456. അപ്പോൾ അതേപോലെ നമുക്ക് കണ്ടീഷൻ അറിഞ്ഞാലാണ് ഏത് ഗ്രേഡ് യൂസ് ചെയ്യണമെന്ന് അറിയുള്ളൂ, ഏത് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്, അവിടുത്തെ ഏത് എൻവയോൺമെൻറ്റൽ കണ്ടീഷനാണ് എക്സ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്നോ കവേർഡ് ഏരിയ ആണെങ്കിൽ വേറെ കണ്ടീഷനാണ്, വേറെ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് യൂസ് ചെയ്യണം. കോസ്റ്റൽ ഏരിയ ആണ്, വേറെ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് യൂസ് ചെയ്യണം. ഹൈലി എക്സ്പോസ്ഡ് ടു ഇപ്പോൾ മരുഭൂമി അല്ലെങ്കിൽ ഡെസേർട്ടാണ്, ഹെവി ഹോട്ട് വെതർ. അപ്പോൾ അവിടെ ഡെസേർട്ടിൽ പിന്നെ രാത്രി കാലങ്ങളിൽ തണുപ്പ് കൂടുതൽ, അപ്പോൾ എക്സ്ട്രീം കണ്ടീഷൻ അവിടെ ഉള്ളത്, വേറെ ക്രൈറ്റീരിയയിൽ ഡിസൈൻ ചെയ്യണം. അപ്പോൾ എൻവയോൺമെൻറ്റൽ എക്സ്പോഷർ ഫസ്റ്റ് ക്രൈറ്റീരിയ ആണ് നമ്മൾ മിക്സ് ഡിസൈൻ സെലക്ട് ചെയ്യുന്നതിന്. പിന്നെ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഏത് ഗ്രേഡ്, അപ്പോൾ നമുക്കൊരു ഗ്രേഡ് കിട്ടും. M30 ആണ് കണ്ടീഷൻ, എൻവയോൺമെൻറ്റൽ ഫാക്ടർ അനുസരിച്ച് M30 കിട്ടി. അപ്പോൾ അതിൻ്റെ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് M30 ആണ് നമുക്ക് കിട്ടി. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എത്രയാണ്? ഓക്കെ, നമ്മുടെ FCK വാല്യൂ നമുക്കറിയാം എന്താ FCK എന്നുള്ളത് അല്ലേ. നിങ്ങൾ ഡിസൈൻ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കോൺക്രീറ്റ് ടെക്നോളജിയിൽ അഗെയിൻ ഒന്നുകൂടെ പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ +or-5 നമ്മൾ ക്രൈറ്റീരിയ പറയുന്നുണ്ട്. FCKയിൽ നിന്ന് +or-5. ഇപ്പോൾ നമ്മൾ 95% ഓഫ് സ്പെസിമെനും അണ്ടർ ദാറ്റ് കണ്ടീഷൻ ആയിരിക്കണം. അതിന് 5% വേരിയേഷൻ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വന്നാലും നമുക്ക് പറയുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ കർവ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കോഡിൽ. ടൈപ്പ് ഓഫ് സിമെൻറ്റ്, അപ്പോൾ അതനുസരിച്ചിട്ട് ഇപ്പോൾ നമുക്കറിയാം കോസ്റ്റൽ റീജിയൻ ആണെങ്കിൽ M30 ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റൽ റീജിയനിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട സിമെൻറ്റ് നമുക്ക് അതനുസരിച്ച് സാൾട്ടിന് റെസിസ്റ്റൻസ് ഉള്ള സിമെൻറ്റ്, അതനുസരിച്ചിട്ടുള്ള റെയിൻഫോഴ്സ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതനുസരിച്ച് ടൈപ്പ് ആൻഡ് സൈസ് ഓഫ് അഗ്രിഗേറ്റ് ആൻഡ് ദെയർ സോഴ്സ് ഓഫ് സപ്ലൈ. അപ്പോൾ നമുക്കറിയാം സാൻഡ് എടുക്കാൻ കഴിയില്ല, പകരം നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടത്, കുറച്ചുകൂടി നല്ല ക്വാളിറ്റി കൂടിയ സാൻഡ് എടുക്കേണ്ടി വരും. അത് നമുക്ക് എവിടെ നിന്ന് കിട്ടും? അഗ്രിഗേറ്റ്, കുറച്ച് സ്ട്രെങ്ത് കൂടി അഗ്രിഗേറ്റ് എടുക്കേണ്ടി വരും. റെസിസ്റ്റൻസ് ടു കെമിക്കൽസ് ആയിട്ടുള്ള അഗ്രിഗേറ്റ് നമ്മൾ എടുക്കേണ്ടി വരും. അതിൻ്റെ അവൈലബിലിറ്റി നിയർ ബൈ ആയിട്ടുണ്ടോ? കിട്ടാത്തൊരു സാധനമാണെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. തൊട്ടടുത്ത ഒരു സ്റ്റെപ്പ് താഴേക്ക് വന്നിട്ട് അടുത്ത അഗ്രിഗേറ്റ്സ് നമ്മൾ നോക്കേണ്ടി വരും. പിന്നെ നോമിനൽ മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റ്. ഒരുപാട് ഇപ്പം അഗ്രിഗേറ്റിന് റെസിസ്റ്റൻസ് ഉണ്ട് കെമിക്കൽ അറ്റാക്കുമായിട്ട്, പക്ഷേ അതിൻ്റെ സൈസ് ഒരുപാട് കൂടുതലാണ്. ഇപ്പോൾ സാൻഡ് പാർട്ടിക്കിൾസിൻ്റെ സൈസ് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് നോക്കണം. മാക്സിമം ആൻഡ് മിനിമം സിമെൻറ്റ് കണ്ടൻറ്റ് ഇൻ kg/m3. അപ്പോൾ നമ്മളുടെ സിമെൻറ്റിൻ്റെ ഡെൻസിറ്റി എത്രയാണ്, മാക്സിമം എത്ര ഡെൻസിറ്റി ആ സിമെൻറ്റിന് കിട്ടുന്നുണ്ട്, മിനിമം അതായത് 1 m³ സിമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് എത്ര വരുന്നുണ്ട്. ഒരുപാട് വെയിറ്റ് കൂടിയ സിമെൻറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, സെൽഫ് വെയിറ്റ് ഒരുപാട് വരും. ഒരുപാട് കുറഞ്ഞത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അത് നോക്കണം. വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റൻ്റ്. വാട്ടർ സിമെൻറ്റ് റേഷ്യോ ചെക്ക് ചെയ്യണം. പിന്നെ അതിൻ്റെ വർക്കബിലിറ്റി, ഇതെല്ലാം പ്രോപ്പർട്ടീസ് ഉണ്ടായിട്ട് കാര്യമില്ല. വർക്കബിലിറ്റി കുറവാണെങ്കിൽ ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ പ്ലേസിങ് കണ്ടീഷൻ അനുസരിച്ച് വർക്കബിലിറ്റി ഉണ്ടോ. ഇപ്പോൾ ബ്രിഡ്ജൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്കബിലിറ്റി വേണം കൺസ്ട്രക്ട് ചെയ്യാൻ. ഇപ്പോൾ ഒരു ഹൗസാണ്, വീടോ കാര്യങ്ങളാണെങ്കിൽ വർക്കബിലിറ്റി കുറഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല, കാരണം നമ്മൾ അതർ സൈറ്റ് തന്നെയാണ് വർക്ക് നടക്കുന്നത്. സോ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ അത് നമ്മൾ ഡിപ്പെൻഡിങ് ഓൺ ദ കൺസ്ട്രക്ഷൻ ടൈപ്പ് അനുസരിച്ച് അതിൻ്റെ വർക്കബിലിറ്റി നമ്മൾ ഫിക്സ് ചെയ്യാം. എയർ കണ്ടൻറ്റ് ഇൻക്ലൂസീവ് ഓഫ് ഇൻഡ്രൈൻഡ് എയർ, അതിലെത്ര സിമെൻറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എയർ അടക്കം കോൺക്രീറ്റ് മിക്സിന് എത്രത്തോളം എയർ കണ്ടൻറ്റ് വരുന്നുണ്ട്. എയർ കണ്ടൻറ്റ് ആവശ്യത്തിന് വേണം അല്ലേ, റിയാക്ഷൻസ് ഒക്കെ നടക്കണമെങ്കിൽ ആവശ്യത്തിന് എയർ കണ്ടൻറ്റ് വേണം. ഡെൻസിറ്റി ഓഫ് കോൺക്രീറ്റ്, അത് മാക്സിമം മിനിമം. ടെമ്പറേച്ചർ ഓഫ് ഫ്രഷ് കോൺക്രീറ്റ്, മാക്സിമം എത്ര ടെമ്പറേച്ചർ വരുന്നുണ്ട്, മിനിമം എത്ര. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഡെസേർട്ട് ഏരിയ ഒക്കെ ആണെങ്കിൽ ടെമ്പറേച്ചർ നമ്മൾ നന്നായി ചെക്ക് ചെയ്യണം. കാരണം പെട്ടെന്ന് തന്നെ ഇവാപ്പറേറ്റ് ചെയ്ത് പോയി വാട്ടർ എന്നുണ്ടെങ്കിൽ കോൺക്രീറ്റിന് ഒരുപാട് ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ നമുക്ക് ക്യൂറിങ് ഒക്കെ ബുദ്ധിമുട്ടായി പോകും അങ്ങനെയുള്ള ഏരിയാസിൽ. ടൈപ്പ് ഓഫ് വാട്ടർ അവൈലബിൾ ഫോർ മിക്സിങ് ആൻഡ് ക്യൂറിങ്, നമ്മൾ പറഞ്ഞു പോർട്ടബിൾ വാട്ടർ വേണം അല്ലേ. അപ്പോൾ ഏത് ടൈപ്പ് വെള്ളമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കണം. സോഴ്സ് ഓഫ് വാട്ടർ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എവിടുത്തെ വെള്ളമാണ്, വെള്ളം കിട്ടുമെന്ന് വേണ്ട കാര്യമില്ല, എവിടുത്തെ വെള്ളം നമുക്ക് അറിയണം. കാരണം എന്താ, ഇമ്പ്യൂരിറ്റീസ് ഒന്നും ഉണ്ടാവരുത്, കെമിക്കൽസ് ഇമ്പ്യൂരിറ്റീസ് ഒന്നും ഇല്ല. കുഴൽക്കിണറിലെ വെള്ളമൊക്കെ യൂസ് ചെയ്യാൻ നമുക്ക് കുറച്ച് നമ്മളത് സെക്കൻഡറി ഓപ്ഷൻ, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യില്ല. കാരണം എന്തായാലും നമുക്കറിയാം നമുക്ക് കുറച്ച് ഹാർഡ് വാട്ടറാണ് അല്ലേ, കെമിക്കൽസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതാണ് എൻവയോൺമെൻറ്റൽ എക്സ്പോഷർ കണ്ടീഷൻ. IS 456/2000 ക്ലോസ് 8.2.1 പറഞ്ഞിട്ടുള്ളതാണ്. എൻവയോൺമെൻറ്റും അവിടുത്തെ എക്സ്പോഷർ കണ്ടീഷനും. മൈൽഡ് ആണെങ്കിൽ കോൺക്രീറ്റ് സർഫസ് പ്രൊട്ടക്റ്റഡ് അഗെയിൻസ്റ്റ് വെതർ ഓർ അഗ്രസീവ് കണ്ടീഷൻ എക്സെപ്റ്റ് ദോസ് സിറ്റുവേറ്റഡ് ഇൻ കോസ്റ്റൽ ഏരിയ. കോസ്റ്റൽ ഏരിയ ഒഴിച്ചിട്ട് ഉള്ള വെതർ സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞ പോലെ
ഭയങ്കരമായി വെയിലും അതേപോലെ കാറ്റും ഒക്കെ ഉള്ള ഏരിയ ആണോ എന്താണെന്നുള്ളത്. മോഡറേറ്റ് കോൺക്രീറ്റ് സർഫസ് ഷെൽട്ടേഡ് ഫ്രം സിവിയർ റെയിൻ ഓർ ഫ്രീസിങ് വിൽസ്. സ്നോ കവേർഡ് ഏരിയാസ് ഭയങ്കര ഇപ്പോൾ ചെറാപ്പൂഞ്ചി പോലെ ഭയങ്കര മഴ ലഭിക്കുന്ന സ്ഥലം അതൊക്കെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അതിനനുസരിച്ച് മാറ്റങ്ങൾ വരും. കുറേ പറയുന്നുണ്ട് അതിനെപ്പറ്റി. പിന്നെ സിവിയർ നിങ്ങളെടുത്ത് വായിച്ചു നോക്കുക കേട്ടോ, IS കോഡ് എടുത്ത് ഒന്ന് വായിച്ചു നോക്കുക. സിവിയർ കണ്ടീഷൻ ആകുമ്പോൾ അവിടെ എന്താണ് ആൾട്ടർനേറ്റ് വെറ്റിങ്ങും ഡ്രൈയിങ്ങും ഭയങ്കരമായി മഴ ഉണ്ടാകുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ സിവിയറാണ് കണ്ടീഷൻ. പിന്നെ വെരി സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ടാവും, സീ വാട്ടർ കടലിൽ നിന്ന് കടൽത്തിരയിൽ അറിയാലോ, കടലിലെ അറ്റ്മോസ്ഫിയർ ഉപ്പിൻ്റെ അംശം ഉണ്ടാവും, അങ്ങനെയുള്ള ഏരിയാസ്. പിന്നെ എക്സ്ട്രീം കണ്ടീഷൻ ഉണ്ടാവും, സർഫസ് ഓഫ് മെംബ്രെയിൻ ഇൻ ടൈഡൽ സോൺ. നമുക്കറിയാം കടലിലുണ്ടാക്കുന്ന കോസ്റ്റൽ ഓഫ് ഓൺ ഷോർ സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള കോസ്റ്റൽ ഏരിയയിൽ ഉണ്ടാക്കുന്ന സ്ട്രക്ചേഴ്സ്. അപ്പോൾ അത് നിങ്ങൾ IS കോഡ് ഒന്നുകൂടെ റെഫർ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി മനസ്സിലാക്കും. പിന്നെ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് അതനുസരിച്ചിട്ട് ഓർഡിനറി കോൺക്രീറ്റിൻ്റെ ഗ്രേഡ്, സ്റ്റാൻഡേർഡ് കോൺക്രീറ്റിൻ്റെ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് ആണെങ്കിൽ. ഇപ്പോൾ ഓർഡിനറി ആണെങ്കിൽ M10 നോമിനൽ മിക്സ് നമ്മൾ പറഞ്ഞല്ലോ, M20 വരെയുള്ള ഓർഡിനറി ഇതിൽ വരും. M15 താഴേക്കാണ് നോമിനൽ മിക്സ്. പിന്നെ സ്റ്റാൻഡേർഡ് കോൺക്രീറ്റ് ആണെങ്കിൽ M25 30 കുറച്ച് ഹെവി കൺസ്ട്രക്ഷൻ ആണ്. ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് ആണ് M60 മുതൽ വരുന്നത്. IS കോഡിൽ പറയുന്നുണ്ട് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത്തും 150 mm³ വെച്ച് ഉണ്ടാക്കുമ്പോൾ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത്തും അതും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ IS കോഡ് ഒന്ന് നോക്കുക കേട്ടോ. അതിൽ തന്നെ മിക്സ് ഡിസൈനും പറയുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് റെഫർ ചെയ്ത് വരാം. IS കോഡ് കയ്യിൽ പിടിക്കുക. പിന്നെ ഞാനൊരു കോഡ് സെൻഡ് ചെയ്ത് തരാം, ആ കോഡ് നിങ്ങൾ റെഫർ ചെയ്യുക. നിങ്ങളുടെ ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യാം. പണ്ട് ആ കോഡ് വെച്ചാൽ ഡിസൈൻ ചെയ്തിരുന്നത്, ഇപ്പോൾ IS കോഡ് തന്നെ യൂസ് ചെയ്താൽ മതി എന്നൊരു ഇത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ എക്സാമ്പിൾ ഉണ്ട് ഡിസൈനിൻ്റെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരിക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.